യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അതോടൊപ്പം തന്നെ എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങളും. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. We have founded Messiah, which means Christ. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായം 24-25 ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു. ഇന്ന് രാത്രി സ്തോത്രം, അതെ, വീണ്ടും തിരുവചനത്തിന് മുൻപിൽ ആയിരിക്കാൻ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, നനഞ്ഞ ഹല്ലേലൂയ അല്ല, ശക്തിയോടെ. മക്കളെ, നിങ്ങൾക്ക് പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് പറയാനും നിങ്ങൾ പഠിക്കണം. സ്തോത്രം, കമാൻ, കരങ്ങളെ ഉയർത്തി ഒരു ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ ഈ പ്രകാരം സ്തോത്രം വന്ന് പറയുന്നു, we have found Messiah, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഓഫ് കോഴ്സ് 12 ശിഷ്യന്മാർക്ക് 12 പ്രത്യേകതകളാണ് ഉള്ളത്. 12 എന്ന സംഖ്യയുടെ പ്രത്യേകത സ്വർഗീയ ഗവൺമെന്റ് അത്രേ. പഠിക്കുന്ന കാലത്തിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ, പുതിയ നിയമത്തിൽ നിന്ന് 12 അപ്പോസ്തലന്മാർ, അവരെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ 24 മൂപ്പന്മാരായി നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിന് 12, പുതിയ നിയമത്തിന് 12. നീ എത്ര പഴയതായാലും പുതിയതായാലും ദൈവത്തിന്റെ കണക്ക് മാറുന്നില്ല എന്ന്. 12 അപ്പോസ്തലന്മാർക്ക് 12 പ്രത്യേകതയുണ്ടെങ്കിൽ അന്ത്രയോസ് എന്ന അപ്പോസ്തലന്റെ പ്രത്യേകതയാണ് അവൻ ആരെ കിട്ടിയാലും യേശുവിലേക്ക് അവൻ അടുപ്പിക്കുന്നവനാണ്. തമ്മിൽ അടിപ്പിക്കുന്നവൻ എന്നല്ല എൻ്റെ തിരുവനന്തപുരം മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. ആരെ കയ്യിൽ കിട്ടിയാലും യേശുവിലേക്ക് അടുപ്പിക്കുന്നവനാണ് സ്തോത്രം അന്ത്രയോസ്. സോ അന്ത്രയോസ് എന്ന ശിഷ്യൻ ഇതാ വന്ന് പറയുന്നു, സ്തോത്രം, ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തു എന്ന പദത്തിന് അർത്ഥം സ്തോത്രം അഭിഷിക്തൻ എന്നാണ്. പഴയ നിയമകാലം നോക്കുമ്പോൾ ദൈവം 3 കൂട്ടരെ അഭിഷേകം ചെയ്യുകയുണ്ടായി. ഇന്നലെ രാത്രി നാം കേട്ടു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം, പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യുന്നു. ഈ 2ാമത്തെ രാത്രിയിൽ അടുത്ത മഴയ്ക്ക് മുമ്പ് വേഗത്തിൽ നമുക്ക് ഇന്ന് രാത്രി കേട്ട് പിരിയാം. ഈ രാത്രി നാം കേൾക്കുവാൻ പോകുന്ന സബ്ജക്റ്റ് ഇതാണ്, ജീസസ് ദ മോസ്റ്റ് ഹൈ പ്രീസ്റ്റ്. യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. സന്തോഷമുണ്ടായി 3 പേരെ തൊട്ട് പറ, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പെട്ടെന്ന് പറ, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മക്കളെ, ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കുന്ന നല്ലതല്ല. നിങ്ങൾ ഓർഗനൈസേഴ്സ് ഇപ്പോൾ ആരും പിന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ലേ. ഞാനൊരു സ്ട്രിക്റ്റ് പ്രാസിങ്ങനാണ്. റിയലി ഐ എം സോറി. അടുത്ത വർഷം നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം, പന്തിയായി എവിടെയെങ്കിലും അവൻ ഇരുത്തിയില്ല. പന്തിയായി നേരെ ചൊവ്വ അവൻ ഇരുത്തി. എങ്ങനെയെങ്കിലും ഇരുന്നാൽ വിളമ്പുന്നവനല്ല കർത്താവ്. ഈ ന്യൂ ജനറേഷൻ തള്ളലിൽ എങ്ങനെയെങ്കിലും അല്ല ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടതുപോലെ ഇരിക്കട്ടെ. ജീവിക്കേണ്ടവൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കട്ടെ. പ്രസംഗിക്കേണ്ടവന് പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കട്ടെ. ദൈവസഭ കുത്തുവിട്ട പുസ്തകമല്ല, അത് കെട്ടിയടച്ച തോട്ടമാണ്. യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. സ്തോത്രം പറഞ്ഞാട്ടെ, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പൗരോഹിത്യം എന്ന് പറയുന്ന കാര്യം ഏതോ പുതിയ നിയമത്തിൽ മുളച്ചു വന്നതായ ഒരു പരിപാടിയല്ല. അങ്ങ് ദൂരെ പഴയ നിയമത്തിലെ ആരംഭിച്ചതായ കാര്യമാണ് പൗരോഹിത്യം. പഴയ നിയമത്തിൽ വേദപുസ്തകം പറയുന്നു, സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിപ്പാനായി യാക്കോബിന്റെ മക്കളിൽ ഇടയ്ക്ക് നിന്ന് ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്തു. അവന്റെ പേരാണ് ലേവി. എല്ലാവരും വിചാരിച്ചത് മൂത്തവനിൽ നിന്ന് തുടങ്ങുമായിരിക്കും. ചങ്ങനാശ്ശേരി ആരെങ്കിലും ഒക്കെ പറയുമായിരിക്കും, ഞാനാണ് സീനിയർ, ഏറ്റവും നരച്ച തല എനിക്കാണ്, അല്ലെങ്കിൽ കഷണ്ടി തല എനിക്കാണ്, ഓട്ടോറിക്ഷ മോഡലിൽ വയർ എനിക്കാണെന്ന് ചോദിച്ചാൽ, അച്ഛാ, തൻ്റെ ബൾക്കി ബോഡി അല്ല ദൈവം നോക്കുന്നത്, ദാഹമുള്ള ഹൃദയമാണ് തമ്പുരാൻ നോക്കുന്നത്. സ്തോത്രം, അതെ, സീനിയോറിറ്റി. അങ്ങനെ ആയിരുന്നെങ്കിൽ രൂപേനയായിരുന്നു അപ്പച്ചൻ തിരഞ്ഞെടുക്കേണ്ടതും. സ്വർഗത്തിലെ ദൈവം രൂപേനയല്ല തിരഞ്ഞെടുത്തത്, ഒരു സർപ്രൈസായി ലേവിയെ ദൈവം തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രകൃതിയും പ്രപഞ്ചത്തിൽ നിന്ന് നെഗറ്റീവ് സർപ്രൈസ് വരുന്നു. ഹാർവി അമേരിക്കയിൽ അടിച്ചത് ഇപ്പോൾ വേറെ ഒരു സംഭവം അടിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊടുങ്കാറ്റുകളും പേമാരികളും സ്തോത്രം പ്രകൃതി നൽകുന്ന സർപ്രൈസാണ്. സുനാമി പ്രകൃതി നൽകുന്ന നെഗറ്റീവ് സർപ്രൈസാണ്. ലോകവും മനുഷ്യനും നിനക്ക് നെഗറ്റീവ് സർപ്രൈസ് നൽകും.
നൽകുമ്പോൾ എൽ എലിയോൻ എലോഹീം സർവ്വ സ്വർഗത്തിലെ ദൈവം നിനക്ക് പോസിറ്റീവ് സർപ്രൈസ് തന്ന് നിന്നെ പണിയുന്നവനാണ്. പ്രകൃതി നെഗറ്റീവ് സർപ്രൈസ് തന്ന് നിന്നെ പൊളിക്കുമ്പോൾ ദൈവം പോസിറ്റീവ് സർപ്രൈസ് തന്ന് നിന്നെ പണിത് ഉറപ്പിക്കുന്നവനാണ്. വേദപുസ്തകം പറയുന്ന ആ കുടുംബത്തിൽ ഇടയ്ക്ക് നിന്ന് ലേവിയെ ദൈവം തിരഞ്ഞെടുത്തു. അവനത് ആ കുടുംബത്തിന് പൗരോഹിത്യ അഭിഷേകം ദൈവകൃപയാൽ ഇത് ചുമക്കുകയാണ്. വേറെ ആർക്കുമില്ലാത്തതായ അഭിഷേകം അവർ ആരെങ്കിലും ചുമക്കുന്നെങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത അഭിഷേകം തുറക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, അതെ, വേറെ ആരും കൊടുക്കാത്ത വില അവൻ കൊടുത്തിട്ടുണ്ട്. അതെ, ചങ്ങനാശ്ശേരിയുടെ ചുറ്റുമുള്ളതായ വലിയ തലയെടുപ്പുള്ള 10 നില 12 നിലയുള്ള വലിയ വലിയ ബിൽഡിങ്സ് നോക്ക്. അത് ഇത്രയും ഭൂമിക്ക് മുകളിൽ ഇത്രയും നിലയുമായി അതെ തലയെടുപ്പോടുകൂടെ നിൽക്കുന്നത്, കാണുന്ന മണ്ഡലത്തിൽ വലിയ ഹൈറ്റിൽ നിൽക്കുന്നത്, കാണാത്ത മണ്ഡലത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ്. പ്ലാറ്റ്ഫോമിലും അതാണ് സംഭവിക്കുന്നത്. വർഷിപ്പ് ലീഡേഴ്സായി, സോങ് റൈറ്റേഴ്സായി, പ്രവാചകന്മാരായി, പ്രാസംഗന്മാരായി, പാസ്റ്റേഴ്സായി, സ്തോത്രം, തലയെടുപ്പോടെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, കാണുന്ന മണ്ഡലത്തിൽ അവൻ ഇത്രത്തോടെ മഹത്വത്തോടെ നിൽക്കുന്നത്, കാണാത്ത മണ്ഡലത്തിൽ അവൻ ദൈവകൃപയാൽ എന്തോ വില കൊടുത്തത് കൊണ്ടാണ്. ലേവിയെ സ്തോത്രം, അതെ, രൂപേൻ ഇല്ലാത്തത്, ശിമേയ്ക്കില്ലാത്തത് നിന്റെ മേൽ സ്വർഗം പകർന്നിരിക്കുന്നു. ലേവി, നീ പറ, എന്തുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്? ലേവി സാക്ഷ്യം പറവാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ ലേവിയ ഗോത്രക്കാരനും ലേവിയും പറയും, ഐ ഹാവ് എ സാഡ് സ്റ്റോറി. എൻ്റെ സ്തോത്രം ജീവിതത്തിൽ ഒരു നല്ല കഥയല്ല ഉള്ളത്, എൻ്റെ ജീവിതത്തിൽ ഒരു തകർന്ന കഥയത്ര എന്നെക്കുറിച്ച് എനിക്ക് പറവാനുള്ളത്. ഈ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചിട്ട് മരിപ്പാൻ തീരുമാനിച്ചു. സ്തോത്രം, വേദപുസ്തകം പറയുന്നു, അതേ, തലമുറ തലമുറയായി ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് സ്തോത്രം, അതേ, യാക്കോബിനെ അനുഗ്രഹിച്ചു. തലമുറ തലമുറയായി അനുഗ്രഹത്തിന്റെ ബാറ്റൺ സ്തോത്രം ദൈവം കൈമാറുന്നവനാണ്. കേൾക്കണമേ, ദൈവം നിനക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ പട്ടി, പിശാചേ എന്നൊന്നും വിളിക്കരുത്. കാരണം നീ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. നിന്റെ വീട്ടിൽ കുറച്ചല്ല നിന്റെ പിള്ളേർ വളരേണ്ടത്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, നീ കണ്ടിട്ടല്ലാത്ത മഹത്വത്തോടെയാണ് നിന്റെ പിള്ളേർ വളരേണ്ടത്. അതുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇതാ താൻ ചുമക്കുന്നതായ അനുഗ്രഹം സ്തോത്രം അടുത്ത തലമുറയിലേക്ക് കൊടുക്കേണ്ട നേരമായി. ആ വീട്ടിലെ ബാല്യക്കാർ നോക്കിയാണ്, ദാസന്മാർ നോക്കിയാണ്, കൂലിക്കാർ നോക്കിയാണ്. സ്തോത്രം, 12 മക്കളും ഇതാ കൂടിയിരിക്കുകയാണ്. അപ്പനിതാ വഴിയിൽ ശാരി സ്തോത്രം തലമുറകളെ അനുഗ്രഹിപ്പാൻ വേണ്ടി കാത്തിരുന്നു. സ്തോത്രം, യാക്കോബിന് ഒരു വടിയിൽ ചാരണമായിരുന്നു. യാക്കോബിന് ഒരു വടിയിൽ ചാരണമായിരുന്നു. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, യാക്കോബിന് ഒരു വടിയിൽ ചാരേണ്ടത്. പണ്ട് സ്തോത്രം യാബോക്ക് കടവിൽ വെച്ച് തൊടേണ്ടവനൊന്ന് തൊട്ടപ്പോൾ പിന്നെ ഈ വടിയില്ലാതെ നടക്കാൻ പറ്റില്ല. അപ്പോൾ വടിയിൽ അത് വേറൊരു പ്രസംഗമാണ്. ഇന്ന് രാവിലെ കർത്താവ് എനിക്ക് തന്നതാണ്. നിങ്ങളെങ്ങനെ മിണ്ടാതിരുന്നാലും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെങ്ങനെ വടിയിൽ ചാരി, ദൈവകൃപയിൽ ചാരിയെ അവൻ അനുഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ദൈവകൃപയാകുന്ന ദൈവിക വടിയിൽ ചാരുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി സ്തോത്രം. അതെ, എന്താ സംഭവിച്ചത്? ഓരോ മക്കളെ വിളിച്ച് യാക്കോബ് ഇതാ അനുഗ്രഹിപ്പാൻ തുടങ്ങി. മൂത്തവനായ രൂബേൻ വരുന്നു, അവനെ അനുഗ്രഹിച്ചു. ശിമയെ അനുഗ്രഹിച്ചു, യഹൂദയെ അനുഗ്രഹിച്ചു. അപ്പച്ചൻ ശബ്ദം ഉയർത്തി. ആ വീട്ടിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന എല്ലാവരും കേൾക്കെ, ഈ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇപ്പോഴത്തെ ലേവി ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അച്ചാച്ചന്മാർ എല്ലാവരും പോയി അനുഗ്രഹം പ്രാപിക്കുക, ഞാനും പോയി എൻ്റെ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് അവനിതാ മുന്നോട്ട് കടന്നു വന്നു. അപ്പൻ്റെ മുൻപിൽ മുട്ടുമടക്കി കാണാം. അപ്പൻ്റെ മുൻപിൽ പ്രതീക്ഷയോടെ അവൻ മുട്ടുമടക്കുമ്പോൾ തൻ്റെ ഈ മറ്റ് മക്കളെ ഏത് ശബ്ദത്തിലും ശക്തിയിലുമാണോ യാക്കോബ് അനുഗ്രഹിച്ചത്, അതേ ശബ്ദത്തോടെ അതേ ശക്തിയോടെ ലേവിയെ എല്ലാവരും കേൾക്കെ പബ്ലിക്കലി യാക്കോബ് ശപിച്ചു. എല്ലാവരും കേൾക്കെ അപ്പച്ചൻ സ്തോത്രം അതേ അനുഗ്രഹിക്കേണ്ട അപ്പൻ ലേവിയെ ശപിക്കുകയുണ്ടായി. വീട്ടിലെല്ലാവരും കേൾക്കെ അപ്പൻ ലേവിയെ ശപിച്ചു. ഇന്ന് രാത്രി ആരോ പറയുന്നു, ബ്രദർ, അതെൻ്റെ സ്റ്റോറിയാണ്. ആര് നന്നായാലും നീ നന്നാകത്തില്ലെന്ന് എൻ്റെ അപ്പൻ എന്നെ കൂടെ നോക്കി പറഞ്ഞിട്ടുണ്ട്. നീ തൊലഞ്ഞു പോകുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, അതേ ശാപത്തിൻ്റെ ശബ്ദത്തിൻ്റെ നടുവിലാണ് ഞാൻ വളർന്നു വന്നത്. ഇന്ന് രാത്രി കേൾക്കണമേ, സ്തോത്രം, അതേ മനുഷ്യൻ ശപിക്കുന്നവനായിരിക്കാം. യാക്കോബ് ഇതാ ലേവിയെ ശപിച്ച് അവനെ തള്ളിക്കളഞ്ഞു, അവനെ ശപിച്ച് തള്ളിക്കളഞ്ഞു. ഈ രാത്രി തള്ളപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇത് തള്ളുന്ന ലോകമാണ്, ഇത് തകർക്കുന്ന ലോകമാണ്. പക്ഷെ ബൈബിളിൻ്റെ ഒരറ്റം മുതൽ വേറൊരറ്റം വരെ നിങ്ങൾ നോക്കിയാൽ ആരൊക്കെയാണോ മനുഷ്യൻ തള്ളിയത് അവരെയാണ് ദൈവം താങ്ങിയത്.
എപ്പോഴാണ് മനുഷ്യൻ റിജക്റ്റ് ചെയ്തത്, അപ്പോഴാണ് ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൻ്റെ യാത്രയുടെ ജംഗ്ഷനിൽ വന്ന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ തള്ളിയെങ്കിൽ ആ തള്ളപ്പെട്ടതിനായി തല ഉയർത്തി ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം ഈ ലോകത്തിലെ സ്നേഹത്തിൻ്റെ വാതിലുകൾ അടയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ്. ഈ ലോകത്തിൻ്റെ വാതിലുകൾ അടയുമ്പോൾ ആര് കണ്ടിട്ടില്ലാത്ത പുത്തൻ അനുഗ്രഹത്തിൻ്റെ പാതകൾ നിന്റെ ജീവിതത്തിൽ ഇതാ നിന്നിലേക്ക് ആ ചാനലുകൾ തുറന്നു വരികയാണ്. തിരുവചനം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, പബ്ലിക്കലി എല്ലാവരും കേൾക്കേ, ഈ യാക്കോബ് ലേവിയെ ശപിച്ചവൻ ഒതുക്കി. അയ്യോ, ആ ശാപം കേട്ടവൻ ചൂളിപ്പോയി, അവൻ്റെ ഹൃദയം തകർന്നു, താൻ കുനിഞ്ഞിരിക്കുകയായിരിക്കാം. ബാക്കി എല്ലാവരും അപ്പൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടി, ഈ വാഗ്ദത്തം കിട്ടിയെന്ന് തല ഉയർത്തി നിൽക്കുമ്പോൾ അപ്പൻ്റെ ശാപം കിട്ടിയെന്ന് പറഞ്ഞ് തല കുനിഞ്ഞ് അതേ ഇവൻ ആ വീട്ടിൽ നടക്കുകയാണ്. അപ്പൻ്റെ ശാപമുള്ളത് കൊണ്ടാണ്, ഈ ലോകത്തിൻ്റെ തിന്മയുടെ ശബ്ദവും ശാപവും ഉള്ളത് കൊണ്ടാണ് പലരും ഇന്നും അതേ സമൂഹത്തിൻ്റെ നടുവിൽ തലകുനിച്ച് നടക്കുന്നത്. ഇന്നും കുനിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുനിഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൂതിതാണ്, കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്ന നാസറേത്തിലെ ആശാരി ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ് ദൈവം. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവരാണ്. ഓ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അപ്പനിൽ നിന്ന് ശാപം കണ്ട് ലേവിയുടെ ആ കുടുംബത്തിൽ സ്തോത്രം അവന് ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നടുവിൽ അവൻ ദുഃഖിച്ചായിരുന്നു. പക്ഷെ എന്നും ശാപമല്ല. അടുത്തിരിക്കുന്നൊരു തൊട്ട് പറഞ്ഞാട്ടെ, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. പെട്ടെന്ന് പറ, എല്ലാറ്റിനും ഒരു കാലമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. നിന്റെ മേലൊരു മുഖം വരാനൊരു കാലമുണ്ടെങ്കിൽ ആ മുഖം ഒടിഞ്ഞു പോയിട്ട് നീ തല ഉയർത്തി നിൽപ്പാനും ഒരു കാലമുണ്ട്. നീ ഒരു ശാപം കേൾപ്പാൻ കാലമുണ്ടെങ്കിൽ ശാപം പൊട്ടിമാറുവാൻ ഒരു കാലമുണ്ട്. പരാജയത്തിനൊരു കാലമുണ്ടെങ്കിൽ ജയത്തിനും ഒരു കാലമുണ്ട്. നീ പൊളിയുവാൻ ഒരു കാലമുണ്ടെങ്കിൽ ആർക്കും പൊളിക്കുവാൻ കഴിയാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ പണിവാൻ ഒരു കാലമുണ്ട്. താഴ്ത്തപ്പെടുവാൻ ഒരു കാലമുണ്ടെങ്കിൽ താഴ്ത്തിയവരുടെ നടുവിൽ ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ ഒരു കാലമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു തുടങ്ങട്ടെ. അതേ, ഏതോ വ്യക്തി അനുഭവിക്കുന്ന തീയ വെള്ള നോക്കി ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ വേണ്ടി പോകുന്നു. ഈ എന്നും പ്രതിസന്ധി അല്ല, എന്നും പരാജയമല്ല, എന്നും നിന്ന അല്ല, എന്നും അപമാനം അല്ല. അടുത്തൊരു എപ്പിസോഡിലേക്ക് ഈ ദുഃഖവും ഈ കഷ്ടവും മാറി നിൽക്കത്തില്ല. ഇന്ന് രാത്രി സമുദ്രത്തിന് പഞ്ചസാര മണൽ കൊണ്ട് അതിർത്തിയിട്ട ദൈവം നിന്റെ വലം കൈക്ക് പിടിച്ചിട്ട് പറയുന്ന, കുഞ്ഞേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ലേവി ശാപം കേൾക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ആ ശാപം പൊട്ടി മാറുവാനും ഒരു സമയമുണ്ട്. ഓ, വേദപുസ്തകം പറയുന്നു, ലേവി അപ്പൻ്റെ ശാപം കേട്ടവൻ്റെ സന്തോഷമെല്ലാം പോയി. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, ഇസ്രായേൽ മാർഗര പ്രവേശിച്ചു. ലേവിയുടെ ഒക്കെ സന്തോഷമില്ലെന്ന് ഇങ്ങനെ പറവാൻ കൊണ്ട് കഴിയും. വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മോശിത പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആ കാളക്കുട്ടിക്ക് ചുറ്റും ചാടി തുള്ളി കാളക്കുട്ടി 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 എന്ന് പറഞ്ഞ് കാളക്കുട്ടിയുടെ ചുറ്റും കിടന്ന് സ്തോത്രം ചാടി തുള്ളുമ്പോൾ ഇവിടെ ചിലര് ദുഃഖത്തോടെ മിണ്ടാതിരിക്കുന്ന പോലെ, അയ്യോ ലേവിയും ഇങ്ങനെ വന്നു പോയല്ലോ, ഇങ്ങനെ ആയല്ലോ, എങ്ങനെയൊക്കെ എത്തിയല്ലോ എന്ന് പറഞ്ഞ് നനഞ്ഞ പക്ഷിക്ക് പറക്കാൻ കഴിയാത്ത പോലെ ലേവിത മാറിയിരിക്കുകയാണ്. കാളക്കുട്ടിയുടെ സെലിബ്രേഷനിൽ, കാളക്കുട്ടിയുടെ ആഘോഷത്തിൽ 11 അതേ സ്തോത്രം ഗോത്രം ചുറ്റും കിടന്ന് ചാടുമ്പോൾ ലേവിക്കൊരു സന്തോഷമില്ലാതെ അവൻ മാറി നിൽക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, എന്നാൽ പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതായ മോശെ പ്രകാരം വിളിച്ചു ചോദിച്ചു, ഹേ, എല്ലാവരും കാളക്കുട്ടിയുടെ പിന്നാലെ ആയിപ്പോയോ? യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ടും മാറി നിൽക്കട്ടെ. യഹോവയ്ക്കുള്ളവൻ
യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ. യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ. ചങ്ങനാശ്ശേരിയിൽ പ്രസ്ഥാനത്തിനെന്ന് പറഞ്ഞാൽ നിൽപ്പാൻ കുറച്ചു പേരുണ്ടായിരിക്കും. അത്ഭുതത്തിനെന്ന് പറഞ്ഞാൽ കുറച്ചു പേര് നിൽക്കുമായിരിക്കും. അമേരിക്കൻ വിസയ്ക്കും കുവൈറ്റി ദിനാർ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ കുറച്ചു പേരുണ്ടായിരിക്കും. ചിലർ എന്നോട് തന്നെ നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപദേശത്തിന് വേണ്ടിയാണ് നിന്നത്. ചില മന്ദബുദ്ധികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേർപാടിന് വേണ്ടി നിന്നവനാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ രോഗശാന്തിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ദാനങ്ങൾക്ക് വേണ്ടിയല്ല, ദാതാവിന് വേണ്ടി നിൽപ്പാൻ ആരെങ്കിലും ഉണ്ടോ? ഈ തലമുറയിൽ, ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി 2-ാം ദിവസം എനിക്കൊരു മഹായോഗം വേണ്ട. എൻ്റെ തമ്പുരാന് ചില സിമ്പലായ അടയാളമായി ചിലതിനെ നിർത്തുവാനുണ്ട്. അടയാളമായി എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് അടയാളത്തിന് വേണ്ടി, ദൈവ മഹത്വത്തിന് വേണ്ടി ദൈവം ചിലതിനെ എണീപ്പിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കൈപ്പത്തിയാണ് കോൺഗ്രസിന് അടയാളമെങ്കിൽ, വിടർന്ന താമരയാണ് BJPയുടെ അടയാളമെങ്കിൽ, അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അടയാളമെങ്കിൽ, ഓ സ്വർഗത്തിൽ അത്യുന്നതനായ ദൈവത്തിന് നീയാണ് അടയാളം സഹോദരനെ, നീയാണ് അടയാളം സഹോദരിയെ. കമാൻ, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ചുറ്റും നിൽക്കുന്ന 5 പേരെ തൊട്ട് പറ, ഞാൻ അവൻ്റെ അടയാളമാണ്. പറ, ഞാൻ അവൻ്റെ അടയാളമാണ്. ധൈര്യമായി പറ. നീ കത്തോലിക്കനോ ഓർത്തഡോക്സോ പാർത്തിയാക്കീസോ മാർത്തോമയോ CSIയോ ഓ പെന്തിക്കോസോ, 5 പേരെ തൊട്ട് പറ, ഞാൻ അവൻ്റെ അടയാളമാണ്. ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുന്ന പത്രമല്ല സ്തോത്രം യേശുവിനെ പരിചയപ്പെടുത്തുന്നത്, TV ന്യൂസ് ചാനലല്ല പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീട്ടിൽ എന്നിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തി കണ്ട് ജനം പറയുവാൻ വേണ്ടി പോകുന്നു, ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം ചത്ത് മൺമറഞ്ഞവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനത്രേ. നിന്നിലൂടെ ദൈവപ്രവൃത്തി, നിന്നിലൂടെ ദൈവപ്രവൃത്തി. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഒരു പക്ഷെ നിന്റെ ആദ്യത്തെ സ്തോത്രമായിരിക്കാം, നിന്റെ ആദ്യത്തെ ഹല്ലേലൂയ ആയിരിക്കാം. ജീവനുള്ളതൊക്കെ ഇന്ന് രാത്രിയും ദൈവത്തെ സ്തുതിക്കട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചിട്ടല്ല, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിച്ചിട്ടല്ല. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഉള്ളവർ യേശു കർത്താവിനെ അറിയാൻ വേണ്ടി പോകുന്നത്, പകരം നിന്നിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് കാന്തം ഇരുമ്പിലേക്ക് ആകർഷിക്കുന്ന പോലെ, കാന്തം ഇരുമ്പിലേക്ക് ആകർഷിക്കുന്ന പോലെ, കാന്തം ഇരുമ്പിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ മതമണ്ഡലങ്ങളിൽ നിന്ന്, പാരമ്പര്യ കെട്ടുകളിൽ നിന്ന് ആത്മാക്കൾ നിന്നിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ഒരു കൊയ്ത്ത് പാട്ട് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ കേൾക്കുന്നവർ ശബ്ദമുയർത്തി ആരാധിക്കുക. Oh, come on, come on, come on, come on. Ore manarabo shamba. ഓ ഹല്ലേലൂയ. എല്ലാത്തിനും സമയമുണ്ട്. എന്നും കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയല്ല, എന്നും തകർച്ചയല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും പരാജയമല്ല, എന്നും പ്രതികൂലമല്ല, എന്നും നിലവിളിയല്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ലേവിയം നോക്കി തമ്പുരാൻ ഈ പ്രകാരം പറഞ്ഞു, നിനക്ക് സന്തോഷമില്ലയോ? സ്തോത്രം. വേദപുസ്തകം പറയുന്നു, മലയിൽ നിന്ന് ഇറങ്ങി വന്ന പ്രവാചകനാകുന്ന മോശ, കേക്ക്, മലയിൽ നിന്ന് ഇറങ്ങി വന്ന പ്രവാചകനാകുന്ന മോശ, ഓ സ്തോത്രം, ഈ പ്രകാരം ചോദിച്ചു, യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ, യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ. രോഗശാന്തിക്കല്ല, വിദേശയാത്രയ്ക്കല്ല, പേരിനല്ല, പ്രശസ്തിക്കല്ല, ജനക്കൂട്ടത്തിനല്ല, അമേരിക്കൻ യാത്രയ്ക്കും കോൺഫറൻസിനുമല്ല, കർത്താവായ യേശുവിനുള്ളവൻ. പുതിയ നിയമ വേർഷൻ, കർത്താവായ യേശുവിനുള്ളവൻ മാറി നിൽക്കട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലതിനു വേണ്ടി നിൽക്കാൻ പലരും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി തുറന്ന സ്വർഗത്തിൽ നിന്ന്, ദൈവസിംഹാസനത്തിൽ നിന്ന് ഒരു ദൂത് കടന്നു വരുന്ന, ഓ ഞായറാഴ്ച പള്ളിയിലും അതേ മറ്റേ കാല തിങ്കൾ മുതൽ ശനി വരെ ലോകത്തിലുമല്ല, 100% 100% രക്തസാക്ഷിയായാലും ലോകത്തിന് മുൻപിൽ തലകുനിക്കത്തില്ലെന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്നതാ കൂവേ എന്ന് പറഞ്ഞ് കുറച്ചെണ്ണം മനസ്സിലാകാതിരിക്കുമ്പോ
തകർന്ന ലേവിക്ക് മാത്രം ഈ ദൂതിന്റെ പൾസ് പിടികിട്ടി. ഇത് എന്നതാന്ന് മനസ്സിലാക്കാതെ നനഞ്ഞ് കുറച്ചെണ്ണം ഇരിക്കുമ്പോ ലേവി മാത്രം സടകുടഞ്ഞെഴുന്നേറ്റ്. ലേവി പറഞ്ഞു, ഇത് നമ്മുടെ സീസണാ, ഇത് നമ്മുടെ കാലമാ, ഈ ദൂത് നമുക്ക് വേണ്ടിയുള്ളതാ. ഇന്ന് രാത്രി ആരോ പറയുന്നു, ഇത് എനിക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി ഫുൾ മെസ്സേജ് ഞാൻ പ്രസംഗിക്കുന്നു ഈ ദേവദാസനോട് പറഞ്ഞു. കാരണം കമ്പോളം നോക്കി ചരക്കിറക്കുന്നത് ബിസിനസ് എങ്കിൽ ആൾക്കൂട്ടം നോക്കിയല്ല പ്രസംഗിക്കുന്നേ. ഇത് നിന്റെ വിടുതലിന്റെ യോഗമാ, ഇത് നിന്റെ ദൈവപ്രവൃത്തിയുടെ യോഗമാ, ഇത് നിന്റെ യോഗമാ. മറ്റൊരു സീസണിലേക്ക് ദൈവം നിന്നെ തള്ളി 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 കയറ്റുന്ന, നിന്നെ വലിച്ചു താഴെയിടുവാൻ കഴിയാതെ മറ്റൊരു തരത്തിൽ ദൈവം നിന്നെ ഫിക്സ് ചെയ്യുന്ന നിമിഷങ്ങളാണിത്. വേറെ ആരും വന്നില്ല. ലേവി മാത്രം എഴുന്നേറ്റു. ലേവി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ അച്ചാച്ചന്മാർ ഈ ലോകത്തിൽ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ, എന്റെ അച്ചാച്ചന്മാർ അപ്പനിൽ നിന്ന് ഈ ഭൂമിയുടെ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ, ഈ നാളിൽ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ചിലത് പ്രാപിപ്പാനുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ചെതല് പിടിക്കും. പക്ഷെ സ്വർഗം തരുന്നത് ഒരിക്കലും തകർന്നു പോകത്തില്ല. അടുത്ത് നിൽക്കുന്നവരെ തൊട്ട് പറ, എനിക്ക് ചിലത് പ്രാപിപ്പാനുണ്ട്. പെട്ടെന്ന് പറ, എനിക്ക് ചിലത് പ്രാപിപ്പാനുണ്ട്. ലേവി മാത്രം എഴുന്നേറ്റു. ലേവി മാത്രം എഴുന്നേറ്റപ്പോ അവന്റെ മുൻപിൽ വേണ്ട അച്ചാച്ചന്മാർ നിൽക്കുകയാണ്. അവന്റെ മുൻപിൽ മറ്റ് ഗോത്രങ്ങൾ നിൽക്കുകയാണ്. അവൻ പറഞ്ഞു കാണും, ഹേ സബൂലൂനെ, ഒന്ന് മാറിക്കേ, ദൈവത്തിന് വേണ്ടി ഞാനൊന്ന് നിൽക്കട്ടെ, ദൈവത്തിന് വേണ്ടി ഞാനൊന്ന് നിൽക്കട്ടെ. എന്റെ വീട്ടിൽ ഏറ്റവും കരഞ്ഞത് ഞാനാണ്, എന്റെ വീട്ടിൽ ഏറ്റവും തകർന്നത് ഞാനാണ്, എന്റെ വീട്ടിൽ ആർക്കും വേണ്ടാത്തവൻ ഞാനാ, എന്റെ വീട്ടിൽ ആർക്കും പ്രതീക്ഷ ഇല്ലാത്തവൻ ഞാനാ, എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടവൻ ഞാനാ, എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശാപം കേട്ടത് ഞാനാ. But in the midst of every heavy thorns, I will stand for my Lord. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞാണ്, ഈ തലമുറയിൽ ഓ സ്തോത്രം, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. 4 പേരെ തൊട്ട് പറ, ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് 4 എണ്ണത്തിന് തൊട്ട് പറ, ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവത്തിന് വേണ്ടി നിന്നാൽ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഗതികേട് വരത്തില്ല. ദൈവത്തിന് വേണ്ടി നിന്നാൽ MLA-യും MP-യും ചേർന്ന് നിന്നില്ലെങ്കിലും ഏത് തീച്ചൂളയിലും ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും. വേറെ ആരും അടുക്കുന്നില്ലല്ലോ, വേറെ ആരും അടുക്കുന്നില്ലല്ലോ. പക്ഷെ ലേവി മാത്രം അടുത്തപ്പോ തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, മറ്റാരും അടുത്തില്ല, ലേവി മാത്രമേ അടുത്തുള്ളൂ. Sanctify him, anoint him, appoint him as my priest. അവനെ ശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് മാറ്റി നിർത്ത്. ലോകത്തിന് വേണ്ടായിരിക്കാം, അപ്പന് വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് അവനെ വേണം. അവൻ ഇന്നു മുതൽ എന്റെ പുരോഹിതനാ. യേശുവിന്റെ നാമത്തിൽ വായ് തുറന്ന് ആരാധിച്ചാണ്, വായ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ് യെസ്, ശക്തിയോടെ. ഓ, അപ്പന് വേണ്ടയോ, അമ്മയ്ക്ക് വേണ്ടയോ, സെൻട്രൽ പാസ്റ്ററിന് വേണ്ടയോ, സംഘടനയ്ക്ക് വേണ്ടയോ, ലോകത്തിന് വേണ്ടയോ, ടീച്ചറിന് വേണ്ടയോ, ഇന്ന് രാത്രി ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരാനാ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ലോകത്തിന് നിന്നെ വേണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ വേണം. വേറെ ആരും എടുത്ത്
വന്നില്ല, ലേവി മാത്രം അടുത്ത് വന്ന. വേദപുസ്തകം പറയുന്നു, ലേവ്യനെ ആ കുടുംബത്തിന് പുരോഹിതനായി അഭിഷേകം ചെയ്ത്. നിരാത്രി നിനക്കുള്ള പ്രവചനമാണ് ദൈവദാസനെ, നിരാത്രി നിനക്കുള്ള പ്രവചനമാണ് സഹോദരിയെ, സഹോദരനെ. ഏത് വീടാണോ നിന്നെ തള്ളിയത്, ഏത് വീടാണോ നിന്നെ തകർത്തത്, ആ വീട്ടിൽ നിന്റെ അഭിഷേകം അവർക്കൊരു അനുഗ്രഹമായിരിക്കും. വീട്ടിൽ ഒരുപക്ഷെ IAS കാണും, IPS കാണും, MBBS BTech ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി അവന്റെ ഡിഗ്രി അല്ല, അവന്റെ ഗൾഫിലെ പണമല്ല, അവന്റെ അമേരിക്കൻ ഗ്രീൻ കാർഡ് അല്ല. ഇന്ന് രാത്രി നിനക്കുള്ള ദൂത്, നിന്റെ അഭിഷേകം നിന്റെ ഭവനത്തിന്റെ മുഖത്തെ തകർക്കും. നിന്റെ അഭിഷേകം നിന്റെ ഭവനത്തിന്റെ മുഖത്തെ തകർക്കും. ഏത് വീടാണോ നിന്നെ തള്ളിയത്, ഏത് വീട്ടിൽ വെച്ചാണോ പിശാച് നിന്നെ അടിച്ചത്, ഏത് ബന്ധുക്കളാണോ നിന്നെ അവഹേളിച്ചത്, അവർ നിന്നെ തേടി വരാൻ വേണ്ടി പോവാ. നിന്നെ മുറിവേൽപ്പിച്ച കസിൻസ് ഉണ്ടല്ലോ, നിന്നെ തള്ളിയതായ കസിൻസ് ഉണ്ടല്ലോ, നിന്നെ തള്ളിയതായ ചാച്ചനും അമ്മാമയുണ്ടല്ലോ, യൂറോപ്പിലെ മറ്റേ ദൈവദാസനും അമേരിക്കയിലെ മറ്റേ സ്നേഹിതനുമല്ല, നീ കൈവച്ചാണ് അവരുടെ കെട്ടഴിയുന്നത്. നിന്റെ അഭിഷേകം, നിന്റെ അഭിഷേകം, നിന്റെ അഭിഷേകം, ഐ എം സോറി, നിന്റെ അഭിഷേകം, നിന്റെ അഭിഷേകം അവർക്ക് അനുഗ്രഹമാകാൻ പോകുന്നു. ഓ, നിന്റെ അഭിഷേകം അവർക്ക് അനുഗ്രഹമാകാൻ പോകുന്നു. നിന്റെ അഭിഷേകം നിന്റെ വീടിന്റെ മുഖത്തെ തകർക്ക. വിശ്വസിക്കുന്നവരെ ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്ത് രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, നിന്റെ അഭിഷേകം അവർക്ക് അനുഗ്രഹം. പെട്ടെന്ന് പറ. പക്ഷേ സമാഗമന കൂടാരത്തിൽ അഭിഷേകം ചുമക്കുന്ന ലേവ്യനെ നിനക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞായറാഴ്ച പഴയ 10 രൂപ സ്തോത്രക്കാഴ്ച കിട്ടുന്നവന് കണ്ടീഷനില്ല, അവൻ എങ്ങനെയും ജീവിക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിന് അഭിഷേകമുണ്ടെങ്കിൽ അഭിഷേകമില്ലാത്ത മറ്റൊരുത്തനെ പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ കൂടെ, അവർ പാടുന്ന, നാട്ടുകാർ പാടുന്ന പാട്ട് നിനക്ക് പാടാൻ പറ്റത്തില്ല, അവർ പറയുന്നത് നിനക്ക് പറയാൻ പറ്റത്തില്ല, അവർ കാണുന്നത് ഇന്റർനെറ്റിൽ നിനക്ക് കാണാൻ പറ്റത്തില്ല, നിനക്ക് ടിവിയുടെ മുൻപിൽ കുടുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. കാരണം വേറൊരാളിന് ഇല്ലാത്ത ഒരു അപൂർവമായ കാര്യമാണ് ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ സ്തോത്രം പറ. നിന്റെ ജീവനേക്കാൾ ഉപരിയായി നിന്റെ അഭിഷേകം വേറൊരു അഭിഷേകം
ജനത്തിൽ ആരും സ്തോത്രം പൗരോഹിത്യ വസ്ത്രം കീറിയില്ല. ഒരു പുരോഹിതനും പഴയ നിയമത്തിൽ പൗരോഹിത്യ വസ്ത്രം കീറിയില്ല. ഹോളി റവറൻഡ് അഹരോൻ പൗരോഹിത്യ വസ്ത്രവുമിട്ട് അവൻ സമാഗമന കൂടാരത്തിൽ വരുന്നു. അവൻ്റെ കുപ്പായി നോക്കിയേ, അത് വിവരിക്കാൻ നേരമില്ല, മറ്റൊരവസരം ആട്ടെ. പൗരോഹിത്യ വസ്ത്രം കീറുന്നില്ല. അവരിതാ സമാഗമന കൂടാരത്തിൽ വരുന്നു, ദൈവത്തെ ശുശ്രൂഷിക്കുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ സ്വർഗത്തിൽ അടങ്ങാത്തവൻ തന്നെത്താൻ ചുരുക്കി മറിയയുടെ ഗർഭപാത്രത്തിൽ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു ഈ ലോകത്തിലേക്ക് കാലെടുത്ത് വച്ചതും ചരിത്രം BC AD എന്ന് രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഇന്ന് രാത്രിയും ആ മരത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഈ ലൈവ് വെബ് സ്ട്രീമിൽ ആരൊക്കെയോ എന്നെ കേൾക്കുന്നു, നിന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി യേശു കടന്നു വരുമ്പോൾ പുതിയൊരു ചരിത്രം നിന്റെ ജീവിതത്തിലും വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സഹോദരങ്ങളെ, യേശു കർത്താവ് ഈ ലോകത്തിൽ സഞ്ചരിച്ചു, ശുശ്രൂഷിച്ചു. അവസാനം ദൈവത്തിന്റെ ടൈം ആയപ്പോൾ, മനുഷ്യന്റെ നേരത്തിലല്ല, പിശാചിന്റെ ക്ലോക്കിലല്ല, ദൈവത്തിന്റെ ടൈം ആയപ്പോൾ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ മുൻപിൽ നിൽക്കുകയാണ്. കയ്യഫാവ് വിരൽ ചൂണ്ടി അവനോട് ചോദിച്ചു, ആർ യു ദ സൺ ഓഫ് ലിവിംഗ് ഗാഡ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ നീയാണോ? അതുവരെ മിണ്ടാതെ നിന്ന് യേശു അപ്പ തല ഉയർത്തി. കാരണം സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്ത് ചോദിക്കുക, എന്നെ കണ്ടവൻ്റെ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്നു എന്നാൽ പിതാവുമായി കണക്ട് ചെയ്ത് ചോദിക്കുക. അതുവരെ മിണ്ടാതെ നിന്ന് യേശു തല ഉയർത്തി. അന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് കത്തുന്ന മുൾപ്പടപ്പിൽ ഇറങ്ങി നിന്ന് ഈ ചോദിച്ചവൻ്റെ വലിയപ്പച്ചനായ അഹരോനെ അഭിഷേകം ചെയ്ത മോശയെ നോക്കി ഇതേ ദൈവം പറഞ്ഞതാണ്, ഞാനാകുന്നവൻ. സ്തോത്രം. തല ഉയർത്തി അതുവരെ മിണ്ടാതെ നിന്ന് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആകുന്നു. ഇന്ന് രാത്രിയിലും ആത്മാവുള്ളവർ ചങ്ങനാശ്ശേരിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നോക്കി പറയട്ടെ, യേശു മത പണ്ഡിതനല്ല, യേശു സാധാ പ്രവാചകനല്ല, യേശു മതസ്ഥാപകനല്ല, അത്ഭുതം ചെയ്യുന്ന വീരനല്ല, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനത്രേ. ഹല്ലേലൂയ. യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനത്രേ. ഇന്ന് രാത്രി ദേശാന്തകാല ശക്തികൾ കേൾക്കട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ നടുങ്ങട്ടെ, മതമണ്ഡലങ്ങളിൽ കൺഫ്യൂഷൻ വെളിപ്പെടട്ടെ. സത്യം അന്വേഷിക്കുന്ന ഇന്ന് രാത്രി സത്യം അറിഞ്ഞ് ദൈവകൃപയാൽ സ്വതന്ത്രമാകട്ടെ. യേശു ദൈവപുത്രൻ അത്രേ. You know the truth and the truth shall set you free. നിങ്ങൾ സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാകുകയും ചെയ്യും. ആത്മാവിന്റെ കാറ്റ് ദേശത്തിൽ അടിക്കുവാൻ പോകുകയാണ്. കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം പറഞ്ഞു പോയിട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്ന കാഴ്ച ഇന്ന് രാത്രി ചങ്ങനാശ്ശേരിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. പൗരോഹിത്യ മണ്ഡലിരിക്കുന്ന പുരോഹിതന്മാർ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് പ്രവചിക്കുന്നത് ഈ ദേശത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. നൂലുകൾ പൊട്ടിച്ചെറിഞ്ഞ് ചിലതെല്ലാം ദൈവസഭയിൽ അൺഎക്സ്പെക്റ്റഡായി കയറി വരുവാൻ വേണ്ടി പോകുന്നു. പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങൾ, പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ദൈവസഭയിലേക്ക് തള്ളിക്കയറുവാൻ വേണ്ടി പോകുന്നു. നീ ഏത് സഭയിൽപ്പെട്ടവരെങ്കിലും ദൈവത്തിന്റെ മഹത്വം കൊടുക്ക്. കാരണം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സ്നാനത്തിനെതിരെയുള്ള കെട്ട് ഈ രാത്രി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവാത്മാ പൊളിച്ചു കളയുകയാണ്. പുത്രനായ ക്രിസ്തുവാണോ? യേശു കർത്താവ് പറഞ്ഞു, തല ഉയർത്തി, അതെ ഞാൻ ആകുന്നു. ചിലത് പറഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ തന്നെ ദേഷ്യം വന്നതുപോലെ ദേഷ്യം വരണം. കയ്യഫാവിന് ദേഷ്യം വന്നപ്പോ ഒരിക്കലും കീറാൻ പാടില്ലാത്ത ചട്ട അവൻ കീറി, ഒരിക്കലും കീറാൻ പാടില്ലാത്ത പൗരോഹിത്യ വസ്ത്രം അവൻ കീറി. കയ്യഫാവേ, കാലസമ്പൂർണ്ണത വന്നപ്പോ നീ കീറിയല്ലേ? അപ്പൊ ദൈവം പറഞ്ഞു, നീ അവിടെ കീറിയെങ്കിൽ എനിക്ക് വേറൊരിടത്ത് കീറാനുണ്ട്. നിനക്ക് മന്ദിരത്തിന് പുറത്ത് കീറാമെങ്കിൽ എനിക്ക് മന്ദിരത്തിനകത്ത് കീറാനുണ്ട്. ജോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്ന
വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും മധ്യത്തിൽ 6 മനുഷ്യന്റെ സംഖ്യയാണ്. 6 ഇഞ്ച് തിക്നെസ്സിൽ 4 കളറിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 കളറിൽ ഒരു തിരശീല 30 അടി ഉയരത്തിൽ കിടന്നെന്ന്. നിന്റെ ജനലിന് മാതിരി കിടക്കുന്ന ബോംബെ ഡൈയിങ് കർട്ടന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 6 ഇഞ്ച് തിക്നെസ്സിൽ 30 അടി ഉയരത്തില് ഇതാ 4 കളറിൽ ആ കർട്ടൻ. സ്തോത്രം. അതേ മനുഷ്യനെ മേഴ്സി സീറ്റ്, കൃപാസനം കാണിക്കാതെ പുറത്ത് നിർത്തി. അവന്മാർ വിചാരിച്ച ഇത് കീറത്തില്ലെന്ന. ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ യേശുവിന്റെ നാമത്തിൽ. ഓ ഗ്ലോറി 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 യേശുവിന്റെ നാമത്തിൽ. നീ പുറത്ത് കീറിയെങ്കിൽ എനിക്ക് അകത്ത് കീറുവാനുണ്ട്. തടഞ്ഞു നിർത്തുന്ന ഫറവോന്യ പൗരോഹിത്യ മണ്ഡലങ്ങൾ പൊളഞ്ഞു വീണിട്ട് ആത്മാക്കളെ കുത്തൊഴുക യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. പുസ്തകം പറയുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ദൈവപുത്രനായ യേശു ഏതോ മതത്തിനല്ല, ഏതോ സംഘടനക്കല്ല, നിനക്ക് വേണ്ടി സഹോദരിയെ, നിനക്ക് വേണ്ടി സഹോദരനെ അവൻ തൂങ്ങി നിന്നു. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശീല ക്രൂശിൽ കീറി. ഓ ദേഹമെന്ന തിരശീല ക്രൂശിൽ കീറി. പക്ഷെ എന്റെ ശബ്ദം കേട്ടത് യഥാർത്ഥത്തിൽ കേട്ടെ ദേവാലയത്തിൽ നിന്ന് പുരോഹിതനാ തിരശീല കീറുക. എന്തോ കീറിയല്ലോ. പുള്ളി തിരിഞ്ഞു നോക്കിയപ്പോ പഴയ നിയമകാലത്ത് പണ്ട് മോശ സ്ഥാപിച്ചത് ഇത് താഴെ നിന്ന് മേലോട്ടല്ല. താഴെ നിന്ന് മേലോട്ടാണെങ്കിൽ പല്ലി, ചുണ്ടലി, ചാഴി, പുഴു കടിച്ചു കീറിയതെങ്കിൽ താഴെ നിന്ന് മേലോട്ടല്ല. അത്യുന്നതനായ ദൈവം എലിയോൻ മേലെ നിന്ന് താഴോട്ട് അതിനെ കീറിക്കളഞ്ഞു. ആ തിരശ്ശീല കീറിയതിന് നന്ദിയുണ്ടോ? അർത്ഥം ദൂതാണ്. ആ തിരശ്ശീല കീറിയത് കൊണ്ട് ഇനി അപ്പനോട് അടുക്കാൻ നീ അടുത്താൽ നിന്നെ തടുക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന്. അടുക്കുന്നവനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന്. സന്തോഷമുള്ള സ്വത്രം പറ. ഞാൻ അടുക്കാൻ പോവാ. ഞാൻ അടുത്തതല്ല, ഞാൻ അടുക്കാൻ പോകുകയാണ്. ഞാൻ അടുത്താൽ ഒരു ക്ഷുദ്രത്തിനും മന്ത്രത്തിനും പാരമ്പര്യത്തിനും പട്ടക്കാരനും എന്നെ തടുക്കുവാൻ കഴിയത്തില്ല. ആ തിരശ്ശീല അവിടെ ഇല്ല. നാല് പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. പറഞ്ഞേ, നിന്നെ തടുക്കാൻ ആർക്കും കഴിയില്ല. അടുക്കുന്ന നിന്നെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. ദേവദാസന്മാർ ഇന്ന് രാത്രി കേൾക്കണം, യു ആർ അൺസ്റ്റോപ്പബിൾ. യു ആർ അൺസ്റ്റോപ്പബിൾ. നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. എത്ര പേർക്ക് അത് പിടികിട്ടിയെന്ന് ഞാൻ വീണ്ടും പറയുമോ? ഓ ഹല്ലേലൂയ. ഈ മഴയ്ക്ക് ഈ അഭിഷേകത്തെ തടയാൻ പറ്റത്തില്ല കുഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ നിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. യു ആർ അൺസ്റ്റോപ്പബിൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഒരു പുതിയ വഴിയെ എനിക്കും നിനക്കും വേണ്ടി സ്ഥാപിച്ച് അവൻ നമുക്ക് മുൻപായി കടന്നുപോയി. ഓ സ്തോത്രം. ഇന്ന് രാത്രി കേൾക്കണമേ, പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാർ ഉണ്ടായിരിക്കും. കേൾക്കണം, പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാർ ഉണ്ടായിരിക്കും. പക്ഷെ തിരുവചനം പറയുന്ന യേശു മഹാപുരോഹിതനല്ല. പകരം അവൻ പറ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പഴയ നിയമത്തിൽ അഹരോൻ മഹാപുരോഹിതനാണ്. എന്നാൽ യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. കഷ്ടപ്പെട്ട് മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങാതെ ഞാൻ കടന്നു വന്നത് ഏതോ മഹാപുരോഹിതനെ കുറിച്ച് പറയാനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് പറയാനാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഓ ശബ്ദമുയർത്തി ജനം പറഞ്ഞ ശ്രേഷ്ഠനായവൻ. ഒരിക്കൽ കൂടെ പറ, ഒരിക്കൽ കൂടെ പറ. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ്, മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, ഓ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠനാണ്. യേശുവിന്റെ ശ്രേഷ്ഠത പറഞ്ഞു നിൽക്കാൻ നേരമില്ല. ഒരായുഷ്കാലം മുഴുവൻ നീ പറഞ്ഞാലും തീരാത്ത അതിശ്രേഷ്ഠനാണ് യേശു. ഈ
ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, ഈ ഗ്രൗണ്ടിലും യേശുവിനെ കുറിച്ച് പറഞ്ഞാലും എഴുതിയാലും തീരാത്ത ക്രമത്തിൽ പറയുവാനും എഴുതുവാനും ചിലതിന്മേൽ ചില അഭിഷേക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തുറന്നിരിക്കുന്നതായി സ്തോത്രം. ശ്രേഷ്ഠ മഹാപുരോഹിതൻ. 7 കാര്യം എനിക്ക് പറയാനുണ്ട്. 10 മിനിറ്റ് കൊണ്ട് 2 കാര്യം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു പിരിയാം. നമ്പർ 1, ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനം 7:25 പറയുകയാണ്, അവൻ പൂർണ്ണമായി രക്ഷിക്കുന്നത് കൊണ്ട് അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഭാഗികമായി പോലും രക്ഷിച്ചതേയില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് യേശു അവൻ പൂർണ്ണമായി രക്ഷിക്കുന്നു. 5 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞ പൂർണ്ണ രക്ഷ പറഞ്ഞാട്ടെ. 5 പേരെ 1 5 പേരെ മക്കളെ 5 പേരെ തൊട്ട് പറ സ്തോത്രം. പൂർണ്ണ രക്ഷ പറ സ്തോത്രം. 5 പേരെ തൊട്ട് പറ പൂർണ്ണ രക്ഷ. പൂർണ്ണ രക്ഷ. കർത്താവിന്റെ പരിപാടി പകുതിയല്ല, യേശുവിന്റെ പരിപാടി എന്നും പൂർണ്ണമാണ്. കാരണം അവൻ അപൂർണനായ ദൈവമല്ല, അവൻ സമ്പൂർണനായ കർത്താവാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു കൈയില്ലാത്തവനും കാലൊടിഞ്ഞവനും അംഗവൈകല്യത്തിന് ഉപജ്ഞാതാവല്ല. പകരം യേശു കർത്താവ് അവൻ പൂർണ്ണനാണ്. അവൻ പ്രവൃത്തിയിൽ സമ്പൂർണ്ണനതുപോലെ അവന്റെ രക്ഷയിലും അവൻ പൂർണ്ണനാണ്. തിരുവചനം പറയുന്നവൻ പൂർണ്ണമായി രക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, പൂർണ്ണ രക്ഷ. അത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, ആത്മാവിന്റെ രക്ഷ. വേദപുസ്തകം പറയുന്നു, ആദം ദൈവത്തിന് മുൻപിൽ പാപം ചെയ്തു. ആദം പാപം ചെയ്ത നിമിത്തം സകലരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്നു. എല്ലാവരും ദൈവത്തിന് മുൻപിൽ പാപികളാണ്. സകലരും കുരുടരായാൽ കണ്ണ് കാണുന്നവന് മാത്രമേ അവരെ നയിപ്പാൻ കഴിയത്തുള്ളൂ. എല്ലാവരും പാപികളായാൽ പാപമില്ലാത്തവന് മാത്രമേ അവരെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. പാപമില്ലാത്ത രക്തം ഈ ലോകത്തിൽ ചൊരിയപ്പെടണം. ഭൂമിയിലുള്ള സകലന്റെയും രക്തം പാപഭംഗിലമായ രക്തമാണ്. എത്ര വലിയ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി വെച്ചാലും മനുഷ്യരക്തം പാപരക്തമാകുമ്പോൾ പാപമില്ലാത്ത ഒരുവനെ കാണിച്ചു തരാം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും പാപമില്ലാത്തവൻ. ഒരു ദൂതനല്ല പറയുന്നത്, കോടാനുകോടി ലക്ഷോപലക്ഷം ദൂതന്മാർ പറയുന്നു, സൈന്യങ്ങളെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അർത്ഥം പിതാവായ ദൈവം പരിശുദ്ധൻ. 2 പുത്രനായ ക്രിസ്തു പരിശുദ്ധൻ. 3 ഈ ഗ്രൗണ്ടിന്റെ ഇൻചാർജ് ഏറ്റെടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധനത്രേ. സ്വർഗത്തെക്കാളും പരിശുദ്ധൻ, ദൂതന്മാരെക്കാളും പരിശുദ്ധൻ. സ്വർഗത്തിൽ അവൻ പരിശുദ്ധനായിരുന്നു. ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ അവൻ പരിശുദ്ധനാണ്. വെല്ലുവിളിച്ചവൻ ചോദിച്ചു, നിങ്ങളിൽ ആർ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? അവനെ ചോദ്യം ചെയ്ത പിലാത്തോസ് പറയുന്നു, ഇവനിൽ ഒരു കുറ്റവുമില്ല. പിലാത്തോസിന്റെ ഭാര്യ പറയുന്നു, അവൻ നീതിമാനാണ്. അവനെ കാണിച്ചു കൊടുത്ത ദ്രോഹിയ യൂദ പറയുന്നു, കുറ്റമില്ലാത്ത രക്തമാണത്. പത്രോസ് പറയുന്നു, ഇവൻ പാപം ചെയ്തിട്ടേ ഇല്ല. ദൈവമക്കൾക്കെതിരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ചെകുത്താൻ പോലും, ദുരാത്മാക്കൾ പോലും യേശുവിന്റെ വിശുദ്ധിയുടെ പ്രഭയിൽ വിറച്ചിട്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. നൂറുകണക്കിന് ആൾക്കാർക്ക് ക്രൂശീകരണത്തിന് നേതൃത്വം നൽകിയ, നൂറുകണക്കിന് ആൾക്കാരെ ക്രൂശിൽ കൊന്നുവാൻ നേതൃത്വം നൽകിയ ശതാധിപൻ യേശുവിന്റെ ക്രൂശ് മരണം നോക്കിയിട്ട് പറയുന്നു, ഈ മനുഷ്യൻ നീതിമാനത്രേ. ഒരു രാഷ്ട്രമണ്ഡലം പറഞ്ഞു, രാഷ്ട്രീയ മണ്ഡലം പറഞ്ഞു, അതേ പൊളിറ്റിക്കൽ മണ്ഡലം പറഞ്ഞു, ഡീമണിക് സാത്താന്യ മണ്ഡലം പറഞ്ഞു, ശിഷ്യ മണ്ഡലം പറഞ്ഞു, മതമണ്ഡലം പറഞ്ഞു. ഇന്ന് രാത്രിയിലും ഈ അന്തരീക്ഷത്തെയും ഈ പട്ടണത്തെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, യേശു കർത്താവ് പരിശുദ്ധനത്രേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ 6 മണിക്കൂർ നേരം ആകാശത്തിനും ഭൂമിക്കും മധ്യേ കർത്താവ് യേശു ക്രിസ്തു തൂങ്ങി നിന്നു. രാവിലെ 9 മണിക്കാണ് ഈ യാഗങ്ങൾ ആരംഭിക്കുന്നത്. കൃത്യം രാവിലെ 9 മണിക്കാണ് യേശു കർത്താവിനെ ക്രൂശിന്മേൽ ക്രൂശിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോഴാണ് മഹാപുരോഹിതൻ ആ പടിക്കെട്ടിൽ ഇറങ്ങി നിന്ന് പറയുന്നത്, ഇന്നത്തെ യാഗങ്ങൾ മുഴുവൻ കഴിഞ്ഞു. കൃത്യം 3 മണിയായപ്പോഴാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വന്തം തോളിൽ തലചാച്ച് വിളിച്ചു പറഞ്ഞത്, സകലതും നിവർത്തിയായി. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കണമേ, വേറെ ആരും നിനക്ക് വേണ്ടി മരിച്ചില്ല. അതുകൊണ്ട് അവർക്കാർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അമ്മ മറിയ നിനക്ക് വേണ്ടി മരിച്ചില്ല. സഭാപിതാക്കന്മാർ നിനക്ക് വേണ്ടി മരിച്ചില്ല. പൗലോസും പത്രോസും നിനക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ യേശു
എന്നാൽ യേശു 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 നിനക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. ആരോപനെ കൊന്നതല്ല, ആർക്കും അവനെ കൊല്ലുവാൻ കഴിയത്തില്ല. ആരോപനെ കൊന്നതല്ല, ആർക്കും യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. പ്രത്യേക യേശു നിനക്ക് വേണ്ടി മരിച്ചതത്രേ. ചില നാമങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യം നമുക്ക് ഓർമ്മ വരാം. ഓ, ഹിറ്റ്ലർ എന്ന് കേൾക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധമാണ് ഓർമ്മ വരുന്നത്. ഓ സ്തോത്രം, തെണ്ടുൽക്കർ എന്ന് കേൾക്കുമ്പോൾ ക്രിക്കറ്റാണ് ഓർമ്മ വരുന്നത്. ബിഥോവൻ എന്ന് കേൾക്കുമ്പോൾ സംഗീതമാണ് ഓർമ്മ വരുന്നത്. ടോൾസ്റ്റോയ് എന്ന് കേൾക്കുമ്പോൾ ചില കൃതികളാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇന്ന് രാത്രി അതിനേക്കാൾ ശ്രേഷ്ഠമായ നസ്രേനായ യേശുവിന്റെ നാമം പറയുമ്പോൾ സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്ന, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ രണ്ട് കരങ്ങൾ അടിച്ച് യേശുവിന്റെ നാമത്തിന് സ്തോത്രം പറ. ശബ്ദമുയർത്തി. അതുകൊണ്ട് മറ്റൊരുത്തനും ഇന്ന് രാത്രി രക്ഷയില്ല. നീ രക്ഷിക്കപ്പെടാൻ, നീ പ്രൊട്ടസ്റ്റന്റോ കത്തോലിക്കനോ ഇത് രണ്ടുമല്ലാത്തവനോ, നീ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ പല നാമമില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേലെ പല നാമമില്ല. നിന്റെ വീട്ടിൽ പോകാൻ പല വഴിയുണ്ട്. പക്ഷെ കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലെത്തുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. ഓ, യേശു എന്ന നാമം. And those who are calling upon the name of the Lord, they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഇന്ന് രാത്രിയിലും രക്ഷിക്കപ്പെടും. ഞാൻ വീണ്ടും പറയുക, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഇന്ന് രാത്രിയിലും രക്ഷിക്കപ്പെടും. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞോട്ടെ, യേശു. പോരാ, ഒരിക്കൽ കൂടെ വിളിച്ചു പറ, യേശു. ആ പൊട്ടുവെച്ച അമ്മച്ചി വായി തുറന്ന് കരമുയർത്തി വിളിച്ചു പറ, യേശു. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളെ ചലിപ്പിച്ച് ആ മരത്തിൻ കീഴിൽ നിൽക്കുന്നവർ കരങ്ങളെ ഉയർത്തി വിളിച്ചു പറ, യേശു. ചുറ്റും കാറിൽ ഇരിക്കുന്നവർ വിളിച്ചു പറ, യേശു. ആ വെബ് സ്ക്രീൻ കണ്ടിരിക്കുന്നവർ വിളിച്ചു പറ, യേശു. ഓ, ആ ടെലികാസ്റ്റ് കാണുന്നവർ ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു. ശബ്ദമുയർത്തി നിർത്തരുത്. 2 മിനിറ്റ് അവന്റെ ശ്രേഷ്ഠ നാമം ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കട്ടെ ശക്തിയോടെ. Come on, come on, come on. Yes, yes. At the name of Jesus, every knee shall bow, every tongue shall confess Jesus is Lord. Yes, വന്ന നാമത്തിൽ മുൻപാകെ എല്ലാ മുഴങ്കാലും മടങ്ങും. ഏത് നാമം? യേശു കർത്താവെന്ന് വിളിച്ചു പറയുക. സഹോദരനെ, സഹോദരിയെ, അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നു. ഒന്ന്, നിന്റെ ആത്മാവിനെ രക്ഷിക്കുന്നു. 2 നിന്റെ പ്രാണനവൻ തണുപ്പിക്കുന്നു. രാത്രി ഏറ്റവും വലിയ വേലിയേറ്റവും ഏറ്റവും വലിയ സുനാമിയും നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചാലും എന്റെ ദൈവം പറയും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക. നിന്റെ പ്രാണനവൻ തണുപ്പിക്കുക. നമ്പർ 3, അമൃത കൈവിട്ടാലും, തിരുവനന്തപുരത്ത് കിംസ് കൈവിട്ടാലും, കോട്ടയം മെഡിക്കൽ കോളേജ് കൈവിട്ടാലും, ഇന്ന് രാത്രി പൂർണ്ണ രക്ഷ തരുന്നവൻ പറയും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സൗഖ്യം നടക്കട്ടെ. ഇന്ന് രാത്രി അവസാന പ്രാർത്ഥനയിലല്ല, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറുകൾ മറയട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറക്കട്ടെ, ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കട്ടെ. കമോൺ, ഏതെങ്കിലും ശരീരങ്ങളിൽ ഒരു ചൂട് അനുഭവിക്കുന്നുവെങ്കിൽ അത് രോഗശാന്തിയുടെ പകർച്ചയാണ്. ഏറ്റെടുക്ക്, 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 ഏറ്റെടുക്ക്. ഇത് നിന്റെ സൗഖ്യത്തിന്റെ നേരം. അവൻ നിന്നെ സൗഖ്യമാക്കുന്നു. ആ സൗഖ്യത്തിനായി ശബ്ദമുയർത്തി ആരാധിക്കുക. ഓ പാസ്റ്റർ, അതുകൊണ്ടും തീർന്നില്ല. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ഇവർ സൗഖ്യം പ്രാപിക്കുന്നവർ മാത്രമല്ല, ഇവർ ലക്ഷങ്ങളിലേക്ക് സൗഖ്യം കൊടുക്കുന്നവരുമാകുവാൻ പോകുകയാണ്. ഏറ്റെടുത്തോളം യേശുവിന്റെ നാമത്തിൽ മാസ് ഹീലിംഗ്, കൂട്ടരോഗശാന്തിക്കായി ഒരു അഭിഷേകം. പാടുമ്പോൾ സൗഖ്യം, പറയുമ്പോൾ സൗഖ്യം. ഓ, കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ സൗഖ്യം, ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോൾ സൗഖ്യം. ഇന്ന് രാത്രി എനിക്ക് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് പറവാനുണ്ട്. ഏറ്റെടുക്കണം. അതിനാണ് ദൈവം നമ്മെ ഒരുമിച്ച് ചേർത്തത്. എനിക്കും നിനക്കും മധ്യത്തിൽ കാർമേഘമല്ല ഇന്ന് രാത്രി ഇറങ്ങിയിരിക്കുന്നത്, മഹത്വത്തിന്റെ മേഘം. ഷേഖന ഗ്ലോറി.
യേശുവിന്റെ നാമത്തിൽ. Come on, വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ. പൂർണ്ണ രക്ഷ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ, പൂർണ്ണ സമാധാനം യേശുവിൻ നാമത്തിൽ. ദൂതന്മാർ ഇറങ്ങി പലതിൻ്റെയും പേരുകൾ ഇന്ന് രാത്രി ആധാർ കാർഡിലല്ല, ജീവന്റെ പുസ്തകത്തിൽ. ഞാൻ വീണ്ടും പറയും, ജീവന്റെ പുസ്തകത്തിൽ പലതിൻ്റെയും പേരിനെ ഇന്ന് രാത്രി എഴുതുവാൻ വേണ്ടി പോകുന്നു. അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നവൻ. Respond to the Holy Spirit. കർത്താവിനെ സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി എൻ്റെ ശബ്ദമല്ല, നിങ്ങളുടെ ശബ്ദം 2 മിനിറ്റ് ഈ അന്തരീക്ഷത്തിനൊന്ന് മുഴങ്ങട്ടെ. Come on, come on. അന്തരീക്ഷങ്ങൾ മാറുകയാണ്. സഭകളുടെ അന്തരീക്ഷങ്ങൾ മാറുകയാണ്. ശുശ്രൂഷയുടെ അന്തരീക്ഷങ്ങൾ മാറുകയാണ്. അന്തരീക്ഷങ്ങൾ മാറുകയാണ്. അന്തരീക്ഷങ്ങൾ മാറുകയാണ്. ഓ, കുളങ്ങൾ നദികളാകുകയാണ്. കുളങ്ങൾ നദികളാകുകയാണ്. ആയിരങ്ങളിലേക്ക് നീ ഒഴുകാൻ പോകുകയാണ്. ദേശങ്ങളിലേക്ക്, അന്യ സംസ്ഥാനങ്ങളിലേക്ക് നീ ഒഴുകുവാൻ പോകുകയാണ്. നാഷണലി, ഇന്റർനാഷണലി നീ ഒഴുകുവാൻ പോകുകയാണ്. പൂർണ്ണ രക്ഷയുടെ ദൂതമായി. പാർഷ്യൽ ഗോസ്പൽ അല്ല, ടോട്ടൽ ഗ്ലോറിയസ് ഗോസ്പൽ. തേജസ്സിന്റെ സുവിശേഷം. ഓ, ടോട്ടൽ ഗോസ്പലുമായി നീ ഒഴുകുവാൻ പോകുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. 7:24 എബ്രായലേഖനം പറയുന്നു, അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ. അവൻ സദാ ജീവിക്കുന്നു. അവൻ സദാ ജീവിക്കുന്നു. അർത്ഥം എന്നെന്നും ജീവിക്കുന്നു. അവൻ എന്നെന്നും ജീവിക്കുന്നു. ഓ, പഴയ നിയമത്തിലെ സകല മഹാപുരോഹിതന്മാർ മരിച്ചു. ആഹാരോൻ പോലും മരിച്ചു. ദേവദാസനെ കേൾക്കുന്ന ആഹാരോൻ പോലും മരിച്ചു. പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ മരിച്ചു. പക്ഷേ യേശു കർത്താവ് സദാ ജീവിക്കുന്നു. ഇന്ന് രാത്രി ചങ്ങനാശ്ശേരിയുടെ പാരമ്പര്യ കോട്ടകൾ കേൾക്കട്ടെ, അവൻ കാലം ചെയ്യുന്നില്ല. പേപ്പറിന്റെ കെട്ടിങ്ങിൽ മുത്തുകൊട പിടിച്ച് ചില അപ്പച്ചന്മാരിക്കും, പുള്ളി കാലം ചെയ്തു പോയി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കാലങ്ങളെ നിർമ്മിച്ചവൻ കാലം ചെയ്യുന്നില്ല. അവൻ പെൻഷൻ പറ്റുന്നില്ല, അവന്റെ പല്ല് വീഴുന്നില്ല, അവന്റെ കൈക്ക് കോച്ചും കൊളുത്തുമില്ല. അവൻ രാവിലെ എഴുന്നേറ്റ്, ഗബ്രിയേലേ എന്റെ കണ്ണട എന്തിയേ, മിഖായേലേ എന്റെ വാക്കിംഗ് സ്റ്റിക്ക് എന്തിയേ എന്നവൻ ചോദിക്കുന്നില്ല. He is the same yesterday, today and forever. അവൻ ഇന്നലെയും ഇന്ന് എന്നേക്കും അനന്യനത്രേ. ലോകം മാറും, മനുഷ്യൻ മാറും, ദൈവം മാറുന്നില്ല. അതുകൊണ്ടാണ് അവനെ നോക്കി നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്. പഴയ നിയമത്തിലെ സകല പുരോഹിതന്മാർ മരിച്ചു. ഈ ലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന കർത്താവ് യേശു, നോട്ടോഡോമസ് അല്ല, കർത്താവ് യേശുവാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ നാട്ടുകാരെയും വീട്ടുകാരെയും വ്യക്തികളെയും സമൂഹത്തെയും ഭൂമിയെ ആകാശത്തെയും മാത്രം നോക്കിയല്ല പ്രവചിച്ചത്. ഇന്ന് രാത്രി പ്രവാചകന്മാരുണ്ടെങ്കിൽ കേട്ടോളണം, നാട്ടുകാരെ കാണാൻ ഭൂതക്കണ്ണാടി മാത്രമല്ല നിനക്ക് വേണ്ടിയത്, സ്വന്തം മുഖം കാണാൻ ഒരു നല്ല കണ്ണാടി കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. മറ്റുള്ളവരെ കുറിച്ച് വെളിപ്പാടുള്ളതിനേക്കാൾ നിനക്ക് നിന്നെ കുറിച്ച് നല്ലൊരു വെളിപ്പാടുണ്ടായിരിക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ.
സ്തോത്രം. അതുകൊണ്ട് അത്ര തിരുവചനം പറയുന്നത്, കർത്താവ് യേശു വ്യക്തികളെ നോക്കി പ്രവചിച്ചു, കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു, പട്ടണത്തെ നോക്കി പ്രവചിച്ചു, ദേശങ്ങളെ നോക്കി പ്രവചിച്ചു, ഭൂമിയെ ആകാശത്തെ നോക്കി പ്രവചിച്ചു. ഈ മാസത്തിൽ പ്രത്യേകിച്ച് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയും, ഈ മാസത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതേ, തീർന്നില്ല. അവൻ മറ്റുള്ളവരിലേക്ക് മാത്രമല്ല വിരൽ ചൂണ്ടി പ്രവചിച്ചത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ചു. ഒരു ദിവസം ദേവാലയത്തിനരികിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ഇപ്രകാരം പറഞ്ഞ്, ഈ ആലയത്തിന്റെ ഗ്ലാമർ ഒന്ന് നോക്ക്. യേശു പുറമെയുള്ള ഗ്ലാമർ അല്ല നോക്കുന്നത്, അകത്തുള്ള ഗ്ലോറിയാണ് അവൻ നോക്കുന്നത്. അവൻ പുറമെയുള്ള അഡ്വർടൈസ്മെന്റ് അല്ല നോക്കുന്നത്, പുറമെയുള്ള കച്ചവടമല്ല യേശുവിന് ആവശ്യം. അകത്തത്ര മഹത്വമുണ്ട്, അതാണ് യേശുവിന് ആവശ്യം. ആരും മിണ്ടുന്നില്ലല്ലോ. തിരിച്ച് ചിലരെന്നെ തുറിച്ചു നോക്കി, ചിലരെന്നെ തുറിച്ചു നോക്കി, ചിലരെന്നെ തുറിച്ചു നോക്കി. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൺവെൻഷൻ എന്നെ വിളിക്കത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ളത്, എക്സ്റേക്ക് കാണാൻ കഴിയാത്തത്, സ്കാനിങ്ങിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്, അഗ്നിജ്വാലക്കത്ത കണ്ണോടുകൂടിയവൻ നിന്റെ രഹസ്യ മണ്ഡലത്തിൽ ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നു. മാനസാന്തരപ്പെട്. കർത്താവ് യേശു പറഞ്ഞു, ഈ ആലയം ഉണ്ടല്ലോ ഇത് പൊളിഞ്ഞു പോകും. അവൻ തന്നെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇതിനൊന്ന് പൊളിക്ക്, ഇതിനെ ചാട്ടവാറിലൊന്ന് പൊളിക്ക്, ഇതിനെ മുൾക്കിരീടം വെച്ചൊന്ന് പൊളിക്ക്, ഇതിനെ ക്രൂശിൽ വെച്ചൊന്ന് പൊളിക്ക്. 6 ദിവസം കൊണ്ട് പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഞാൻ ഒറ്റ 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയുവാൻ വേണ്ടി പോകുകയാണ്. 6 ദിവസം കൊണ്ട് പ്രകൃതിയും പ്രപഞ്ചത്തെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനായ ഞാൻ 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിവാൻ വേണ്ടി പോകുന്നു. 2 പേര് തൊട്ട് വേഗത്തിൽ പറ, അർത്ഥം ഉയർത്തെഴുന്നേൽക്കും. പെട്ടെന്ന് പറ, അർത്ഥം ഉയർത്തെഴുന്നേൽക്കും. പെട്ടെന്ന് പറ, അർത്ഥം ഉയർത്തെഴുന്നേൽക്കും. യേശു കർത്താവ് പ്രവചിച്ചു. രഹസ്യത്തിലല്ല അവൻ പ്രവചിച്ചത്. നമുക്കുള്ള ദൂത് മറ്റവര് കേൾക്കണ്ട, നമുക്കുള്ള ദൂത് മറ്റേ സഭക്കാരൻ കേൾക്കണ്ട, മറ്റവൻ അറിയണ്ട. ഇതല്ല യേശു പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസഭ അൽഖയ്ദയും ISSും അല്ല. ദൈവസഭ ദൈവത്തിന്റെ വകയാണ്. യേശു കർത്താവ് പരസ്യമായി വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. മതമണ്ഡലങ്ങൾക്ക് കൺഫ്യൂസായി, സാത്താനെ മനസ്സിലായില്ല. സ്തോത്രം. ഒരു ദിവസം മതമണ്ഡലങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ റിലീജിയസ് ലീഡേഴ്സിന് മുൻപിൽ, അന്നത്തെ ഏറ്റവും വലിയ മത നേതാക്കന്മാരുടെ മുൻപിൽ, യഹൂദ ഗോത്രത്തിലെ സിംഹം ആ കുറുക്കന്മാരുടെ മുൻപിൽ ഇങ്ങനെ ഗർജിച്ചു പറഞ്ഞു, as Jonah was in the belly of the fish for 3 days and 3 nights. ഓ യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 4 രാവും 5 പകലും എന്നല്ല, 4-ാം ദിവസമായ ലാസർ നാറിയതുപോലെ നാറും. ഇന്ന് രാത്രി നാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ നാറ്റത്തെ മാറ്റിയിട്ട് നിന്നിൽ ക്രിസ്തുവിന്റെ സുഗന്ധം വെളിപ്പെടുത്തേണ്ടതിന് ശാരോളിന്റെ പനിനീർ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ ഇപ്രകാരം പ്രവചിച്ചു, 3 രാത്രിയും 3 പകലും കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. രഹസ്യത്തിലും പരസ്യത്തിലും യേശു പ്രവചിച്ചു. ചെറിയ കൂട്ടത്തിലും വലിയ കൂട്ടത്തിലും പറഞ്ഞു. പബ്ലിക് മീറ്റിലും ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, I am going to rise from the dead. ഞാൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ഓ സ്തോത്രം. ജനത്തിന് മനസ്സിലായില്ല, ശിഷ്യന്മാർക്കുമേ മനസ്സിലായില്ല. എക്സ്ക്യൂസ് മീ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പിശാചിന് പോലും മനസ്സിലായില്ല. കാരണം അതുവരെ ആരും ഉയർത്തില്ല, അതുവരെ കാണാത്ത ഒരു കാര്യമാണ്. ഞാൻ രാത്രി ദൈവസഭയെ നോക്കി പറയട്ടെ, കർത്താവ് ആവർത്തനം ചെയ്ത് ബോറടിപ്പിക്കുന്നവനല്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിന്നിലൂടെ പുറത്തെടുക്കുന്ന സൃഷ്ടികർത്താവാണ് ദൈവം. യേശു പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഹാനോക്ക് എടുത്തുകൊള്ളപ്പെട്ടു, ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടു, അബ്രഹാം ഉൾപ്പെടെ സകലരും മരിച്ചു. വലിയ പ്രവാചകനായ മോശയും സ്തോത്രം മരിച്ചു. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനോടെ എടുത്തുകൊള്ളപ്പെടുമെന്നല്ല, ഞാൻ മരിച്ചാലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞ ഉയർത്തെഴുന്നേൽക്കും. ഒരിക്കൽ കൂടെ
ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്ക്. അതേ പ്രിയ സഹോദരങ്ങളെ, ആ വെള്ളിയാഴ്ച കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു. ഇന്ന് രാത്രി കേൾക്കണമേ, ഒരു മതം അവനെ കൊന്നതല്ല. ഓ സ്തോത്രം. ഒരു രാഷ്ട്രീയം അവനെ കൊന്നതല്ല, ഒരു മനുഷ്യൻ അവനെ കൊന്നതല്ല, ഒരു ഭൂതങ്ങൾക്കും അവനെ കൊല്ലുവാൻ കഴിയത്തില്ല. ക്ലിയർ ഗോസ്പൽ പറയട്ടെ, സുവിശേഷം പറയട്ടെ, ആർക്കും എന്റെ യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. പ്രത്യുത യേശു നിനക്ക് വേണ്ടി മരിച്ചതാണ്. ക്രൂശിനോർത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നന്ദി പറ. കരങ്ങൾ ഉയർത്തി ശബ്ദം വാ തുറന്ന് സ്വതന്ത്രം പറ. ക്രൂശില്ലെങ്കിൽ സുവിശേഷമില്ല. ക്രൂശിനെ ഉയർത്താതെ ജനം രക്ഷിക്കപ്പെടത്തില്ല. ക്രൂശിനെ ഉയർത്താതെ ദൈവപ്രവൃത്തി ഒരിക്കലും നിന്റെ ദൈവസഭയെ കാണാൻ കഴിയത്തില്ല. ഞങ്ങൾക്കോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കാൻ നിയോഗം. എനിക്കോ ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിനല്ലാതെ പ്രശംസിപ്പാൻ ഇടവരല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ മരിച്ചു. ആ തകർച്ചയുടെ നടുവിൽ അവനത് സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ തകർന്ന ശരീരവുമായി കിടക്കുമ്പോൾ അവന്റെ പരസ്യ ശിഷ്യന്മാർ ഓടി മറഞ്ഞ്, നിന്റെ തകർച്ചയിൽ നിന്റെ പരസ്യ ശിഷ്യന്മാർ ഓടി മറയുമ്പോൾ നീ പോലും പ്രതീക്ഷിക്കാത്ത രഹസ്യ മണ്ഡലങ്ങളിൽ നിന്ന് നിനക്ക് കൈത്താങ്ങൽ കടന്നു വരും. അവന്റെ രഹസ്യ ശിഷ്യന്മാർ കടന്നു വന്ന് ആ തകർന്ന ശരീരത്തെ ക്രൂസിൽ നിന്ന് എടുത്തു, ആ ലിനൻ ക്ലോത്തിൽ ചുരുട്ടി കെട്ടി, സ്പൈസസ് ഇട്ടു, സുഗന്ധവർഗ്ഗങ്ങൾ ഇട്ടു, തല മുതൽ പാദം വരെ വരിഞ്ഞു മുറുകി കെട്ടി. നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറക്ക്, നിനക്ക് വേണ്ടി തകർന്നു. The treasure of heaven crucified. The darling of heaven crucified. സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയവൻ ദൂതനല്ല, സെറാഫല്ല, കെരൂബല്ല. സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയവൻ, കേക്ക്, സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയവൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തകർന്നവനെ വരിഞ്ഞു മുറുകി കെട്ടി, തല മുതൽ പാദം വരെ ബന്ധിച്ച് അവനെ ഇതാ ആരും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ കൊണ്ടുപോയി വച്ച്, ആരും കിടന്നിട്ടില്ലാത്ത ഗർഭപാത്രത്തിൽ ഭൂജാതനായവൻ, ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കൊട്ടികൾ യാത്ര ചെയ്തവൻ, ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ അവനെ കൊണ്ടുപോയി വച്ചു. തല മുതൽ പാദം വരെ കെട്ടിവരഞ്ഞിരിക്കുകയാണ്, മുഴുവൻ തകർന്നിരിക്കുകയാണ്. 50ഓളം പേർ, ജോസിഫസ് പറയുകയാണ്, 50ഓളം പേർ വിലാപഗാനം പാടി ആ കല്ല് തള്ളണമായിരുന്നു. കാളവണ്ടി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കാളവണ്ടി കണ്ടിട്ടുള്ളവർ, അതിൻ്റെ ചക്രത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ചക്രം. 50ഓളം പേർ വിലാപഗാനം പാടി തള്ളുകയാണ്. തള്ളി ആ കല്ലറയുടെ വാതിൽ അടച്ചു. വെള്ളിയാഴ്ച അവൻ തകർന്നു, ഉടഞ്ഞു, മരിച്ചു. അവനെ കല്ലറയ്ക്കുള്ളിൽ വെച്ച് ശനിയാഴ്ച സാത്താൻ കൈയും കെട്ടി വെറുതെ നിന്നില്ല. സാത്താൻ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാത്താൻ അധികാരികളൂടെ പ്രവർത്തിച്ചു. ചങ്ങനാശ്ശേരിക്കാർ സ്തോത്രം പറഞ്ഞോട്ടെ. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശത്രു അധികാരികളുടെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ സഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കേൾക്കണമേ, തിരുവചനം പറയുന്നു, ശനിയാഴ്ച കല്ലറ ഉറപ്പാക്കി. റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര വെച്ചു. ആ മുദ്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മുദ്ര ആരെങ്കിലും തൊട്ടാൽ അവിടെ കാവൽ നിൽക്കുന്ന കമാൻഡോസ് ഉണ്ട്, ബ്ലാക്ക് കാറ്റ്സ് എന്ന് ഇക്കാലത്ത് പറയും. സ്പെഷ്യൽ കമാൻഡോസ് ഓൺ ദ സ്പോട്ടിൽ തന്നെ അവന് വെട്ടി കൊന്നുകളയും. പുറമേ നിന്ന് അകത്തേക്ക് നോക്കിയാൽ പുറത്ത് പട്ടാളക്കാരാണ്. വലിയ മുദ്രയിരിക്കുന്നു, ഭയങ്കര കല്ല് കിടക്കുന്നു, കെട്ടി മുറുക്കിയിരിക്കുന്നു, തല മുതൽ പാദം വരെ തകർന്നിരിക്കുന്നു. പുറത്തു വരത്തില്ല, പുറത്തു വരത്തില്ല, രക്ഷയില്ല, പുറത്തു വരത്തില്ല. വരിഞ്ഞു മുറുകി കെട്ടിയിരിക്കുന്നു, അങ്ങേയറ്റം തകർന്നിരിക്കുന്നു, അങ്ങേയറ്റം തകർന്നിരിക്കുന്നു, വരിഞ്ഞു മുറുകി കെട്ടിയിരിക്കുന്നു,
ഭയങ്കര കല്ലാണ്, ശക്തമായ മുദ്രയാണ്. പട്ടാളക്കാർ ചുറ്റും നിൽക്കുന്നു, പുറത്തു വരത്തില്ല. ഇന്ന് രാത്രി തിരുവനന്തപുരംകാരനായ എന്നെ ഈ അമ്മമ്മ കഥ പറയാൻ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ സ്റ്റോറി പറയാനല്ല കർത്താവ് വിട്ടത്. പകരം ഇന്ന് രാത്രി എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഒരു സ്റ്റെപ്പ് വ്യക്തമായി താഴോട്ടിറങ്ങി പറയണമെന്നുണ്ട്. അല്പം കൂടെ ആഴത്തേക്ക് ഇറങ്ങി പറഞ്ഞാൽ സ്തോത്രം, അത്രത്തോളം അവൻ വെള്ളിയാഴ്ച തകർന്നു. പക്ഷേ നീ തകർന്നവർ ഇന്ന് രാത്രി കേൾക്കട്ടെ, നിനക്കൊരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ നിനക്കൊരു ഞായറാഴ്ചയുമുണ്ട്. നിനക്കൊരു ഞായറാഴ്ചയുണ്ട്. 3 പേരെ തൊട്ട് പറ, എൻ്റെ ഞായറാഴ്ച വന്നുകൊണ്ടിരിക്കുന്നു. പറ 3 പേരെ തൊട്ട് പറ, എൻ്റെ ഞായറാഴ്ച വരികയാ, എൻ്റെ ഞായറാഴ്ച വന്നോണ്ടിരിക്കുക, എൻ്റെ ഞായറാഴ്ച വന്നോണ്ടിരിക്കുക. പോലീസുകാരന് വഴിതെറ്റും, പോസ്റ്റ്മാന് വഴിതെറ്റും. എൻ്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്നവന് വഴിതെറ്റുകയില്ല. മൈ സൺഡേ ഈസ് ഓൺ ദ വേ. എൻ്റെ ഞായറാഴ്ച വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഈ രാത്രി മഹത്വം കൊടുത്തേ. വ്യക്തിയായി, കുടുംബമായി നിന്റെ ഞായറാഴ്ച വന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ ബുദ്ധി പറയും പുറത്തു വരത്തില്ല. നിന്റെ മിത്രങ്ങൾ പറയും പുറത്തു വരത്തില്ല. കാരണം അത് തകർന്നിരിക്കുകയാണ്, അത് ഉടഞ്ഞു കിടക്കുകയാണ്. തല മുതൽ പാദം വരെ ബന്ധനമാണ്. വലിയ കല്ല് മുന്നിലുണ്ട്. മുദ്ര പുറത്തു വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഇതാ പട്ടാളക്കാർ പിടിച്ചു നിർത്തുവാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി വാ തുറന്ന് സ്തോത്രം പറ. എല്ലാ എപ്പിലെപ്സി രോഗങ്ങൾ പുറത്തു പോകട്ടെ, എല്ലാ ചുഴലി വ്യാധികൾ പുറത്തു പോകട്ടെ. കറങ്ങി വീഴുന്നവന്മാർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഇന്ന് രാത്രി എപ്പിലെപ്സിയിൽ നിന്ന് പുറത്തു വരികയാണ്. ആരോ? യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തില് അവൻ വാചനമയച്ച് ഇന്ന് രാത്രി തന്നെ വിടുവിക്കുന്നു. സ്തോത്രമേ. ഒരു പക്ഷേ നീയും തകർന്നിരിക്കാം, നീയും ഉടഞ്ഞിരിക്കാം. തല മുതൽ പാദം വരെ ബന്ധനങ്ങളായിരിക്കാം. വലിയ ഇടർച്ച കല്ലുകൾ നിന്റെ മുൻപിൽ കിടക്കുമായിരിക്കാം. നിന്നെ പിടിച്ചു നിർത്താൻ കിങ്കരന്മാർ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികൾക്ക് ആ വെള്ളിയാഴ്ച തകർന്നകത്തിരുന്നവൻ ആ ഞായറാഴ്ച ഇത് പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ ചോദിക്കുക, ബ്രദർ, മനുഷ്യൻ തൊട്ടാൽ വെട്ടിക്കൊല്ലുന്ന മുദ്ര എങ്ങനെയാണ് ഉടഞ്ഞത്? മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, ദൈവം നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന മണിക്കൂറുകളാണിത്. ഒരു ഭൂമി കുലുക്കമുണ്ടായി. ഇന്ന് രാത്രി വ്യക്തികളെ, കുടുംബങ്ങളെ, ഒരു ഭൂമി കുലുക്കം നിന്റെ മുൻപിലുണ്ട്. ഒരു ഭൂമി കുലുക്കം. ഉടയേണ്ടത് ഉടഞ്ഞ് നിന്നെ പുറത്തെടുക്കുവാൻ, തകരേണ്ടതിനെ തകർത്ത് പുറത്തെടുക്കുവാൻ, സൂപ്പർ നാച്ചുറലി, പ്രകൃത്യാതീതമായി ചിലത് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അയക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. വേദപുസ്തകം പറയുന്ന ഒരു ഭൂകമ്പമുണ്ടായി. ഇതാ ഭൂമി കുലുങ്ങി, കല്ലറ തുറക്കുകയാണ്. ആ ഭൂമി കുലുക്കത്തെ മുദ്ര ഉടയുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് പമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി പരിശുദ്ധാത്മാവിൽ നൃത്തം ചെയ്യുവാൻ അധികാരം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ദുർഭൂതങ്ങളെ ശാസിച്ചു പറഞ്ഞാട്ടെ. പൈശാചിക മുദ്രകൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ഭൂമി കുലുങ്ങി, മുദ്രകൾ ഉടഞ്ഞു, കല്ല് ഉരുണ്ടി മാറി, കല്ലുരുണ്ടി മാറി. തിരുവചനം പറയുന്നു, ദൂതൻ അതിന്റെ മുകളിൽ ഇരുന്നിട്ടിരിക്കുകയാണ്. എന്താ ദൂത ആ കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നത്? ദൂതൻ പറയും, ഉരുണ്ടു മാറിയത് തിരിച്ചു ഉരുളാതിരിപ്പാൻ. പോയില്ല, മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. മനസ്സിലായെങ്കിൽ മനസ്സിലായവരെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. കല്ല് ഉരുണ്ട് മാറി, ഉരുണ്ട് മാറിയത് തിരിച്ചുരുളുന്നില്ല. അർത്ഥം പഴയ കീമോതെറാപ്പി തിരിച്ചു വരത്തില്ല, പഴയ പ്രശ്നം തിരിച്ചു വരത്തില്ല, പഴയ അറസ്റ്റ് തിരിച്ചു വരത്തില്ല, പഴയ കേസ് തിരിച്ചു വരത്തില്ല, പഴയ വെല്ലുവിളി തിരിച്ചു വരത്തില്ല. അത് എന്നേക്കുമായി പോയി. 4 പേരെ തൊട്ട് വേഗത്തിൽ പറ, ഇനി അതിനെ കാണത്തില്ല.
പറ പറ പറ. ഇനി അതിനെ കാണത്തില്ല, ഇനി അതിനെ കാണത്തില്ല. കാണാൻ പേപ്പർ വെയിറ്റ് ആയി അതിന്മേൽ ഇരുന്നത് സ്വർഗത്തിലെ ദൂതനാണ്. ഏതാണ്ട് ഒരു ശബ്ദം കേൾക്കുന്നല്ലോ, ഏതാണ്ട് ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ആ തുറന്ന കല്ലറയിൽ നിന്ന് ഏതാണ്ട് ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ മൗനമായി അകത്തേക്ക് പോയവൻ ജയഭേരിയുടെ പുറത്തേക്ക് വരികയാണ്. ഓ, വിലാപഗാനം പാടി അവനെ അകത്ത് കൊണ്ടുപോയെങ്കിൽ ദൂതന്മാരുടെ സെലിബ്രേഷൻ സോങ്ങിനാൽ, ദൂതന്മാരുടെ ആഘോഷ ശബ്ദത്തോടെ അവൻ പുറത്തേക്ക് വരികയാണ്. ഒരിക്കലും വരത്തില്ലെന്ന് പറഞ്ഞവൻ ഇതാ പുറത്തേക്ക് വരുന്നു. അവൻ ഇപ്രകാരം പറയുന്നു: ഹേ മരണമേ, നിന്റെ വിഷമുള്ള ഈ അവിടെ? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? ഓ, ദൈവത്തിന്റെ കുഞ്ഞാടായി അകത്തു പോയവൻ, ദൈവത്തിന്റെ കുഞ്ഞാടായി അകത്തു പോയവൻ, ചങ്ങനാശ്ശേരിയെ ദൈവത്തിന്റെ കുഞ്ഞാടായി അകത്തേക്ക് പോയവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമായി അവൻ പുറത്തേക്ക് വന്നു.